നമുക്ക് നേടേണ്ട നേട്ടങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനാണ് റമളാൻ എന്ന് പറയുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. റമളാനിൽ പൊതുവെ 3 കാര്യങ്ങൾക്ക് വേണ്ടി നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. റമളാനിന്റെ പൊന്നമ്പിളി പ്രത്യക്ഷപ്പെട്ട നിമിഷം മുതൽ, ആ വിവരം ലഭ്യമായത് മുതൽ റമളാനിന്റെ അവസാന ലഹളത്ത് വരെയും, അവസാന നിമിഷം വരെയും എപ്പോഴും പരിധി നിശ്ചയിക്കാതെ, പിശുക്ക് കാണിക്കാതെ അല്ലാഹുവിനോട് നാം 3 കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ആ 3 കാര്യങ്ങൾ അല്ലാഹു നമുക്ക് നിറവേറ്റി തരാൻ വേണ്ടി, ആ പ്രാർത്ഥനയുടെ മുന്നോടിയായി അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നാം പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഷഹാദത്ത് കലിമ ആവർത്തിച്ചുകൊണ്ട് നാം പറയുന്നത് എന്തിനാണ്? അത് അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്, പടച്ച റബ്ബിന്റെ ഇഷ്ടം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന സാക്ഷ്യം അതൊരു മുഅ്മിനായ മനുഷ്യൻ ആവർത്തിച്ചിങ്ങനെ പറയുമ്പോ അല്ലാഹു അവനെ തൃപ്തിപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചുണ്ട് ചലിക്കുന്നില്ല എന്നൊരു സംശയം എനിക്ക്. ചിലപ്പോൾ നിങ്ങൾ ദൂരത്തായതുകൊണ്ടായിരിക്കും, ഞാൻ കാണാതെ പോകുന്നതായിരിക്കും, അല്ലേ? അങ്ങനെ ആവട്ടെ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്വലാത്ത് ഒരു യാന്ത്രികമായി സ്വലാത്ത് പിറക്കണം നമ്മുടെ ചുണ്ടിൽ. അങ്ങനെയാണ്. അതാണ് മുഅ്മിൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ സ്വലാത്ത് അങ്ങ് ചൊല്ലണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധമാണ് നബി തങ്ങളോട്. ആ ബന്ധത്തിന്റെ സൂചിക എന്താണ്? അത്